സ്പെഷ്യൽ കറി എന്നാണ്. അപ്പം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാലോ? ഇന്ന് രാവിലെ നമുക്ക് നല്ല നാടൻ പച്ച മത്തി ഇട്ടിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരാമെന്ന്. വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മത്തി വറക്കണം. നമ്മൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി സാധനമൊക്കെ ഇട്ട് മത്തി നമ്മൾ സാധാരണ വറക്കുന്ന പോലെ വറുത്തെടുക്കുക. ഇതല്ല നമ്മുടെ ഐറ്റം. നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അതിലോട്ട് നമ്മുടെ ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഇട്ട് വഴറ്റുക. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേലും അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വീണ്ടും വഴറ്റുക. പിന്നെ ഈ നന്നായിട്ട് വഴറ്റിയ ഉള്ളിലോട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് നല്ലപോലെ വഴറ്റി, നമുക്കറിയാം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ കുറച്ച് വെള്ളത്തിലോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് അതിലോട്ട് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്നതിനോട്ട് ഇത് സ്പെഷ്യലാണ്. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് അത് ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മത്തി ഇതിലോട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തിടുക. അത് കുറച്ച് നേരത്തേക്ക് നമ്മൾ മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും, മൂടി വെച്ച് കുറച്ച് നേരം തുറന്ന് കഴിയുമ്പോഴത്തേനും ആഹാ എന്ത് നല്ല മണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം കഴിക്കുന്നത്. അതിൻ്റെ അമ്മ ഇതെല്ലാവർക്കും വിളമ്പി കൊടുത്തു. ഞാൻ അത് കൂട്ടി മാത്രമാണ് ചോറുണ്ടത്. പിന്നെ വറുത്തേതോ മീനുണ്ടായിരുന്നു, പക്ഷേ അത് കൂട്ടി തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് എന്ത് പേരിടും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടും. അപ്പം ഓക്കെ, ബൈ.